ഇന്ന് നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ടൊരു ഫ്രെയിമാണ് ചെയ്യുന്നത്. 6 ഇഞ്ചസ് വരുന്ന ഒരു ഹെക്സഗൺ മോൾഡിലാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ റെസിൻ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മജന്തയും വയലറ്റും കളേഴ്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ബബിൾ റിമൂവിങ് സ്പ്രേ വെച്ചിട്ട് ആദ്യം തന്നെ മോൾഡിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിൻ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ വിചാരിച്ചത് വയലറ്റ് കളർ തന്നെ ബേസ് ആയിട്ട് കൊടുക്കാമെന്നായിരുന്നു. ആ പിഗ്മെൻറ്റ് നോക്കുന്ന സമയത്താണ് ഈ മജന്ത കളർ എൻ്റെ കയ്യിൽ കിട്ടുന്നതും. അങ്ങനെ അതും കൂടി ആഡ് ചെയ്തിട്ട് ബേസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ഫ്രെയിമൊന്നുമല്ല. ഇത് വേറൊരു വർക്കിൻ്റെ ബാക്കി റെസിൻ വന്നപ്പം അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. റെസിൻ മിക്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് വരും. അഥവാ വന്നു കഴിഞ്ഞാൽ ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ബേസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ പേര് വെച്ച് കൊടുക്കാം. ഇത് വിനൈൽ സ്റ്റിക്കേഴ്സിൽ ഞാൻ ചെയ്തെടുത്തതാണ്. ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി. ഈ റെസിൻ ഫ്രെയിം ചെയ്യുമ്പം അതിൽ ഈ ഗോൾഡൻ വിനൈൽ സ്റ്റിക്കേഴ്സ് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓവറോൾ പ്രോസസ്സിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ടേപ്പ് പീൽ ചെയ്ത് കളയുന്നത്. ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ചാനലിൽ ഇടാമേ. ഇനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. ഇത് കുട്ടി കുട്ടി സ്റ്റാർസ് ആണ്. ഇത് ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് ഇങ്ങനെ പേരിൻ്റെ ചുറ്റിനും ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം നമ്മളുടെ ബേസ് ചെയ്തപ്പം അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് ഞാനിതങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം നമുക്കിത് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഗ്രാസും ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമുക്കിങ്ങനെ ബോക്സ് ആയിട്ട് കിട്ടും. ഒരു ബോക്സിൽ തന്നെ പല വെറൈറ്റി ഫ്ലവേഴ്സ് ഇങ്ങനെ കാണും. ആ ബോക്സിൽ നമുക്കിങ്ങനെ കീ ചെയിൻ ചെയ്യാനും ജ്വല്ലറി ചെയ്യാൻ പറ്റിയ ഫ്ലവേഴ്സും ഒക്കെ അതിൽ കാണും. ഇനി റെസിൻ ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ ഡ്രോപ്പായിട്ട് പയ്യെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത ഫ്ലവേഴ്സും ഈ സ്റ്റാർസൊക്കെ ഫ്ലോട്ട് ചെയ്ത് പോകും. ആ ഒരു ലെയർ ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് ഒരു ലെയർ റെസിനും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 24 hours വേണം ഓരോ ലെയർ ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് മോൾഡിൽ നിന്ന് എടുക്കാം. അതിന് മുന്നായിട്ട് തന്നെ ഇതൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ സാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് ഫ്ലാറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഫൈനൽ കോട്ട് റെസിൻ കൊടുക്കാം. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയാട്ടോ. ഈ പ്രോസസ്സ് ഒന്നും ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതല്ല, നല്ല ടൈം എടുത്ത് ചെയ്ത പ്രോസസ്സാണ്. 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയാണ് ഇത് ഓരോ ലെയറും സെറ്റായി കിട്ടാൻ എടുക്കുന്ന സമയം. ഈ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തതും സ്റ്റാർസ് അറേഞ്ച് ചെയ്തതും എല്ലാം നല്ല ടൈം എടുത്ത് ചെയ്ത പ്രോസസ്സാണ്. ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ബാക്ക് സൈഡിൽ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുമ്പം ബാക്കിലോട്ട് ഈ റെസിൻ ഡ്രിപ്പ് ചെയ്ത് വരും. അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തത്. നല്ലൊരു ഗ്ലാസ് ഫിനിഷിലാണ് നമ്മൾക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.